അഭിലാഷ്, ഇപ്പോൾ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ അദ്ദേഹം ബിന്ദുവിന്റെ കുടുംബത്തെ കണ്ട് സംസാരിക്കുന്നു. ബിന്ദുവിന്റെ ഭർത്താവിനെയും അതോടൊപ്പം തന്നെ ബിന്ദുവിന്റെ അമ്മ വീട്ടിൽ തളർന്ന് അവിടെ നിന്ന് ഇവിടേക്ക് മാറ്റിയിരുന്നു. വീട്ടിൽ ഇവിടേക്ക് കൊണ്ടുവന്നു. അവരെ കണ്ട് സംസാരിച്ചിരുന്നു. ഒപ്പം തന്നെ ചികിത്സയിൽ ഇരിക്കുന്ന മകളെയും കണ്ട് സംസാരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോകും. ഒപ്പം തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ബിന്ദുവിന്റെ വീട് പരിസരമാണ്. ഇവിടെയും എല്ലായിടത്തുമായിട്ട് നിരവധിയായ ആളുകൾ ഇവിടേക്ക് വന്നു പോകുന്നുണ്ട്. നേരത്തെ നിശ്ചയിച്ചതിന് പ്രകാരം 11 മണിക്കാണ് സംസ്കാരമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അത് വൈകാനായിട്ടുള്ളൊരു സാധ്യത തന്നെയാണ് ഉള്ളത്. കാരണം 12 മണിയോടുകൂടി ആയിരിക്കാം സംസ്കാരം എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ചില മതപരമായ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ അല്പം മാറുന്നത് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. 12 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. ഒപ്പം തന്നെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. നിരവധി ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഒട്ടനവധി പേർ ഇവിടേക്ക് വരുന്നുണ്ട്. വിവിധ കക്ഷികളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വരുന്നു. അതിനപ്പുറം നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇവർ എത്ര പേർക്ക് പരിചിതയാണ് എന്നതെല്ലാം തന്നെ സംശയമാണ്. പക്ഷേ അവരെല്ലാവരും ഈ ഒരു സംഭവത്തോട് അവരുടെ ഒരു അനുതാപവും സ്നേഹവും എല്ലാം തന്നെ പ്രകടിപ്പിക്കുന്ന ഒരിടമായിട്ട് മാറിയിരിക്കുന്നു എന്നതാണ്. അവർ ഈ സംഭവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു നിരാലംബമായ ഒരു കുടുംബത്തിനെ എങ്ങനെ ആശ്വസിപ്പിക്കണം, അവർക്കൊപ്പം നിൽക്കുക എന്നൊരാശയത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടേക്ക് ഒട്ടനവധി പേര് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. കാരണം ഇവിടെ എത്തുന്നവർ എല്ലാവരും തന്നെ ഒരേ ശബ്ദത്തിൽ പറയുന്നത്, ഒരേപോലെ സമ്മതിക്കുന്ന ഒരു കാര്യം, ഈ കുടുംബത്തെ പോറ്റാൻ ബിന്ദു അവരെ ചേർത്ത് വയ്ക്കൽ നടത്തിയ അവരുടെ നിശ്ചയദാർഢ്യവുമെല്ലാം തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഒരു സാധാരണക്കാരായ സ്ത്രീ, ഒരു സാധാരണക്കാരായ ഒരു വരുമാനത്തിൽ നിൽക്കുന്നൊരു സ്ത്രീ, അവർ ഈ കുടുംബത്തെ എങ്ങനെ ചേർത്ത് വയ്ക്കാൻ അവർക്ക് സാധിച്ചു എന്നതാണ്. അവർ എത്ര മനോഹരമായാണ് അവർ കുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക്, അതിൻ്റെ ഒരു പടവുകളിലേക്ക്, ഉന്നതിയിലേക്ക് കയറ്റിവിടാൻ നടത്തിയ അവരുടെ ശ്രമങ്ങൾ, ഇതെല്ലാം തന്നെയാണ് ഓരോരുത്തരും തന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞ് പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിൽ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടലുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. ഏതായാലും പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളുമെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. പൊതുദർശനത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. നിരവധി ആളുകൾ ആണ് ഇപ്പോഴും അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താൻ ആണ് നിശ്ചയിച്ചിരുന്നത്. പ്രാർത്ഥനാ ചടങ്ങുകൾ, മതപരമായ ചടങ്ങുകളോടുകൂടി തന്നെയായിരിക്കും അന്ത്യോപചാരം അന്ത്യകർമ്മങ്ങൾ നടത്തുക. മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നിരവധി ആളുകൾ ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു മരണം ആയിരുന്നു ബിന്ദുവിൻ്റേത്. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിലാണ് ബിന്ദു മരണപ്പെട്ടത്. മകളുടെ ചികിത്സയെ തുടർന്ന് കുട്ടിയിരിപ്പിനായി എത്തിയതായിരുന്നു. ആ സമയത്താണ് അപകടം ഉണ്ടാകുന്നത്. എന്നാൽ ആളുകൾ ഉള്ള വാർഡല്ല, രോഗികൾ ഉള്ള വാർഡല്ല, നേരത്തെ തന്നെ എല്ലാവരെയും നീക്കിയിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രതികരണം. എന്നാൽ പിന്നീടാണ് അങ്ങനെയുള്ളൊരു സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോഴിതാ ഭർത്താവ് വിശ്രുതൻ്റെ നേരത്തെ ഉള്ള പ്രതികരണം, ആ പ്രതികരണത്തിൽ തന്നെ വ്യക്തമായിരുന്നു അവിടെ രോഗികൾ ഉണ്ടായിരുന്ന ഭാഗമാണിത്. തൻ്റെ മകൾ അടക്കം ആ ഭാഗം